നമസ്തേ. ലഷ്കർ എ തോയിബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദ് ജമ്മു കാശ്മീരിലേക്ക് 10,000-ഓളം ഭീകരരെ അയച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി പാകിസ്ഥാനിലെ മതപണ്ഡിതനായ അല്ലാമ നസീർ മദനി രംഗത്തെത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 14-ന് പാകിസ്ഥാനിലെ ബഹാവൽ നഗറിൽ നിരോധിത ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് മദനി ഈ ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന മദനി തന്റെ തിരിച്ചുവരവ് പ്രസംഗത്തിലാണ് ഹാഫിസ് സയ്യിദിന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിച്ചത്. ഹാഫിസ് സയ്യിദ് കാശ്മീരിനായി വലിയ ത്യാഗം ചെയ്ത ആളാണെന്നും അദ്ദേഹത്തിന്റെ തടവ് അന്യായമാണെന്നും മദനി അവകാശപ്പെട്ടു. രാജ്യത്തിനായി 10,000 യുവാക്കളെ സയ്യിദ് കാശ്മീരിലേക്ക് അയച്ചുവെന്നാണ് ഈ പുരോഹിതൻ മദനി വിശേഷിപ്പിച്ചത്. സയ്യിദ് സാധാരണ കുറ്റവാളിയല്ലെന്നും മദനി വാദിച്ചു. ആ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. यही आपस सईद ने कुर्बानी दी, आज वो जेल में है, मगर ये पाकिस्तान का पहला कैदी होगा जिसकी गवाही देने वाला कोई नहीं था, मगर उसको सजा दी सिर्फ इस वजह से उसने 10,000 बच्चा कश्मीर के लिए मातरे वतन की कुर्बानी के लिए पेश किया, मगर उसको सजा देके बनारसी ठगों ने अंदर रखा हुआ है, मगर वो आज भी चुप है। ना कोई रिक्शा चलाया, ना कोई दरख्त काटा, ना किसी की दुकान का शटर तोड़ा। कितने ये कमांडो लड़के हैं, मगर आज तक इन्होंने मुल्क की चिड़िया भी नहीं मारी. ലഷ്കർ എ തോയിബ സ്ഥാപകനും കൊടും ഭീകരനുമായ ഹാഫിസ് സയ്യിദ് ജമ്മു കാശ്മീരിലേക്ക് 10,000-ഓളം ഭീകരരെ അയച്ചിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ മതപണ്ഡിതൻ അല്ലാമ നസീർ മദനി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബഹാവൽ നഗറിൽ നിരോധിത ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പൊതുചടങ്ങിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. മദനി ഈ കാര്യം പരസ്യമായാണ് തുറന്നു പറയുന്നത്. എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ഈ പൊതുവേദികളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം തിരിച്ചുവരവ് പ്രസംഗത്തിലാണ് ഹാഫിസ് സയ്യിദിനെ ന്യായീകരിക്കാനും മഹത്വൽക്കരിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് ഈ ഒരു തുറന്നു പറച്ചിൽ. സയ്യിദ് കാശ്മീരിനായി വലിയ ത്യാഗം ചെയ്ത ആളാണെന്നും രാജ്യത്തിനായി 10,000 യുവാക്കളെ കാശ്മീരിലേക്ക് അയച്ച അദ്ദേഹത്തിന്റെ നിലവിലെ തടവ് അന്യായമാണെന്നും മദനി അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇത് പഴയ ഭാരതമല്ല, ഇത് പുതിയ ഭാരതമാണെന്ന് മദനി ഓർത്താൽ കൊള്ളാം. കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങളിലും അക്രമങ്ങളിലും ലഷ്കർ എ തോയിബയ്ക്കുള്ള നേരിട്ടുള്ള പങ്ക് വ്യക്തമാക്കുന്നതാണ് സ്വന്തം നാട്ടിലെ പുരോഹിതനിൽ നിന്നു തന്നെ ഉണ്ടായ ഈ തുറന്നു പറച്ചിൽ. 166 പേരുടെ മരണത്തിനിടയാക്കിയ 2008-ലെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ക്രൂരമായ അക്രമങ്ങളുടെ മുഖ്യ സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദ്. അൽ ഖ്വയ്ദ, താലിബാൻ തുടങ്ങിയ സംഘടനകളുമായുള്ള ബന്ധം കാരണം 2005-ൽ ഐക്യരാഷ്ട്രസഭ ലഷ്കർ എ തോയിബയെ നിരോധിക്കുകയും 2008-ൽ US ഹാഫിസ് സയ്യിദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് ആ ഭീകരന് വേണ്ടിയിട്ടാണ് ഈ മദനി ഇപ്പോൾ ന്യായീകരിച്ച് അയാൾ പാവമാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രസംഗം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു പഴയ ഭാരതമല്ല. ഈ ഭാരതത്തിൽ ശക്തമായ ഒരു ആഭ്യന്തര മന്ത്രിയും ഒരു പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം അല്ലാമ നസീർ മദനി ഓർത്താൽ നന്നായിരിക്കും. ജമ്മു കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ലഷ്കർ എ തോയിബയ്ക്കും അതിന്റെ സ്ഥാപകനുമുള്ള പങ്കിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ഈ ഒരു വെളിപ്പെടുത്തൽ തുടക്കമിട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നടന്ന ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദ്, പറഞ്ഞല്ലോ. എന്തായാലും അതുമാത്രമല്ല, 2025 ഏപ്രിലിൽ 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണ കേസിൽ ഹാഫിസ് സയ്യിദിനെതിരെ ജമ്മു കോടതി അടുത്തിടെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കൂടാതെ മുംബൈ ഭീകരാക്രമണ കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കെതിരെ അവരുടെ അഭാവത്തിൽ തന്നെ വിചാരണ നടത്താനുള്ള നടപടികളുമായി മുംബൈ പോലീസും മുന്നോട്ട് പോകുന്നുണ്ട്. ഹാഫിസ് സയ്യിദിനെ കുടുക്കാൻ ഇന്ത്യ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സ്വന്തം നാട്ടിലെ പുരോഹിതനിൽ നിന്ന് ഇത്തരമൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, അത് നിങ്ങളുമായി പങ്കുവയ്ക്കാം. വാർത്ത ഞാൻ ചെയ്തിരുന്നു, അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ആഗസ്റ്റ് 17-ന് രാജ്യത്ത് വൻ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്ന വൻ ക്രിമിനൽ ഭീകര ബന്ധമുള്ള സംഘത്തെ പിടികൂടിയിരിക്കുകയാണ് നമ്മുടെ ഭാരതം. ISI പിന്തുണയുള്ള ഷെഹസാദ് ഭട്ടി സംഘത്തിലെ 200-ലേറെ പേർ പിടിയിലായിരിക്കുന്നു. അറസ്റ്റിലായവർ 2 പേർ മലയാളികളാണ്. ഓർത്തോണം, മലയാളികളാണ് 2 പേര്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. 14 സംസ്ഥാനങ്ങളിൽ സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് ഈ അറസ്റ്റ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി നടത്തിയ നടപടിയിലൂടെ രാജ്യത്ത് നടത്താനിരുന്ന നിരവധി ആക്രമണ ശ്രമങ്ങൾ പ്രതിരോധിക്കാനായെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.
ദില്ലി ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ സുരക്ഷാ ഏജൻസികളും പോലീസ് വിഭാഗങ്ങളും ഏകോപിപ്പിച്ചാണ് ഈ നടപടി നടത്തിയത്. ഭീകര ക്രിമിനൽ ശൃംഖലയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ഈ 14 സംസ്ഥാനങ്ങളിലേക്കുള്ള അന്വേഷണം. രാജ്യത്താകെ 80 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ അറിയിച്ചു. IEDകളും പാക് നിർമ്മിത ഗ്രനേഡുകളും പോലീസ് കണ്ടെടുത്തിരുന്നു ഇവരിൽ നിന്ന്. അതുപോലെ തന്നെ പരിശോധനകളിൽ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ആയുധങ്ങളും ഈ പോലീസ് കണ്ടെത്തിയിരുന്നു. രഹസ്യാന്വേഷണത്തിനും ലക്ഷ്യങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചതായി സംശയിക്കുന്ന ക്യാമറകളും മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഷെഹസാദ് ഭട്ടിയുമായി ബന്ധമുള്ള വിവിധ മൊഡ്യൂളുകളിൽ നിന്ന് നേരത്തെ തന്നെ പാക് നിർമ്മിത ഗ്രനേഡുകളും ആയുധങ്ങളും പിടിച്ചെടുത്തിരുന്നു. ദില്ലി പോലീസ് നടത്തിയ മുൻ അന്വേഷണങ്ങളിൽ ഡ്രോൺ വഴി ഇന്ത്യയിൽ എത്തിച്ചതായി സംശയിക്കുന്ന ഗ്രനേഡുകളും പിസ്റ്റളുകളും കണ്ടെത്തിയിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഇന്ത്യയിൽ വൻ അട്ടിമറികളും രക്തച്ചൊരിച്ചിലും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെ പിന്തുണയോടെ പ്രവർത്തിച്ച ഷെഹസാദ് ഭട്ടി ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള ഈ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഓഗസ്റ്റ് 12-ന് 14 സംസ്ഥാനങ്ങളിലായിട്ട് നടത്താൻ ഉദ്ദേശിച്ച സംയുക്തമായി നടത്തിയ മിന്നൽ ഓപ്പറേഷനിലൂടെയാണ് 200-ലധികം ഭീകരരെയും അവരുടെ സഹായികളെ ഈ പോലീസ് പിടികൂടി ഈ വൻ പദ്ധതി തകർത്തു കളഞ്ഞത്. അതിർത്തി കടന്നെത്തുന്ന വിദേശ ഭീകരർക്ക് പകരം ഇന്ത്യക്കാരെ തന്നെ ഉപയോഗിച്ച് രാജ്യത്തിനകത്ത് ആക്രമണങ്ങൾ അഴിച്ചുവിടുക എന്ന പുതിയൊരു തന്ത്രമാണ് ഷെഹസാദ് ഭട്ടി നെറ്റ്വർക്ക് ഇവിടെ ഇന്ത്യയിൽ ഭാരതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇതിനായി പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളെയും ക്രിമിനലുകളെയും ഇവർ വൻതോതിൽ റിക്രൂട്ട് ചെയ്തു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഹിന്ദു, സിഖ് വിഭാഗങ്ങളിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ള പ്രാദേശിക കണ്ണികളെയാണ് ഈ സംഘം തെരഞ്ഞെടുത്തത്. മാത്രമല്ല ഇവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല ഈ കൂട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. ഇന്ത്യ തകർത്ത ഈ ഭീകര ശൃംഖല ഷെഹസാദ് ഭട്ടി നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പുറത്തു വന്നത്. പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ വലിയ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു. ഇന്ത്യയിൽ നടത്താനുള്ള ആക്രമണങ്ങൾക്ക് അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ ആശ്രയിക്കാതെ ഇന്ത്യക്കാരെ തന്നെ ഉപയോഗിക്കുക. ഈ ഒരു തന്ത്രം ഷെഹസാദ് ഭട്ടി നെറ്റ്വർക്ക് എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നറിയാമോ? സോഷ്യൽ മീഡിയ വഴി. ഷെഹസാദ് ഭട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ ഇൻഫ്ലുവൻസർ ആണ്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം സോഷ്യൽ മീഡിയ വഴിയാണ് ഇദ്ദേഹം റിക്രൂട്ട് ചെയ്തിരുന്നത്. ഇവരോടൊപ്പം സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും ഇവരുടെ ഏജന്റുമാരായിട്ട് സംഘം കൂടെ കൂട്ടിയിരുന്നു. സൈനിക താവളങ്ങൾ, വ്യോമസേന കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, തിരക്കേറിയ പൊതുസ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ശൃംഖലയുടെ പ്രധാന രഹസ്യ നിരീക്ഷണം. ഇത്തരം അതീവ സുരക്ഷാ മേഖലകളുടെ വിവരങ്ങൾ ചോർത്തി നൽകുന്ന പ്രാദേശിക ഏജന്റുമാർക്ക് 10,000 രൂപ മുതൽ 12,000 രൂപ വരെ പ്രതിഫലം നൽകിയാണ് ഈ സംഘം ചാരവൃത്തി നടത്തിയതെന്ന് ആണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ മുന്നറിയിപ്പിനെ തുടർന്ന് നടന്ന റെയ്ഡിൽ ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായത്. 62 പേരാണ് അവിടെ നിന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഹരിയാനയിൽ നിന്ന് 52 പേരും ദില്ലിയിൽ നിന്ന് 51 പേരും പഞ്ചാബിൽ നിന്ന് 44 പേരും പിടിയിലായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 2 പേരെ സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തു. ഇതിനു പുറമെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, കർണാടക, ഗുജറാത്ത്, ബീഹാർ, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഭീകര ബന്ധമുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് IEDകളും പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകളും പിസ്റ്റളുകളും വെടിയുണ്ടകളും ചാരവൃത്തിക്കായി ഉപയോഗിച്ച CCTV ക്യാമറകൾ എന്നിവ കണ്ടെടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇവർക്കെതിരെ UAPA ആയുധ നിയമം, സ്ഫോടക വസ്തു നിയമം എന്നിവയുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം 80-ലധികം FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷെഹസാദ് ഭട്ടിക്കെതിരെയുള്ള നിരവധി കേസുകളിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തി വരികയാണെന്നാണ് ഭാരത സർക്കാർ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് ശക്തിയെയും ശക്തമായി നേരിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരിക്കുകയാണ്. ഭീകരവാദത്തിനെതിരെ സുരക്ഷാ ഏജൻസികളും സംസ്ഥാന പോലീസും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും രാജ്യത്തിന്റെ സമാധാനവും അഖണ്ഡതയും തകർക്കാനുള്ള ശ്രമങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ നേഷൻ ഫസ്റ്റ് എന്ന നിലപാടുമായി അമിത്ഷായ്ക്കൊപ്പം നിൽക്കുകയാണ് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തം. ഭീകരവാദത്തിനെതിരായ ശക്തമായ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുക. രാജ്യ താൽപര്യമാണ് ആദ്യം. നേഷൻ ഫസ്റ്റ്, ഇന്ത്യ ഫസ്റ്റ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ളവരെ ഉപയോഗിച്ച് ഇത്തരം ഭീകര ശൃംഖലകളെ നേരിടാൻ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമാണോ? അതുപോലെ തന്നെ ഹഫീസ് സയ്യിദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പരാമർശം പാകിസ്ഥാൻ മതപണ്ഡിതൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക്
തത്വമേ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.